കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചനാവതരണം നന്ദു എച്ച് കൃഷ്ണ. ഇന്ന് ആമ്പലുവിന്റെ ഗ്രാജുവേഷൻ ഡേ ആണ്. സാരി ഉടുത്ത് മുന്നിൽ നിൽക്കുന്ന മകളിൽ നിന്നും കണ്ണ് ഒരു നിമിഷം പോലും മാറ്റാതെ അശോകൻ അവളെ നോക്കി നിന്നു. ഒരുപാട് പിണക്കങ്ങൾക്കും വാശികൾക്കും ഒടുവിൽ ഏതന്റെ ഇഷ്ടപ്രകാരം ഇവിടെ വന്ന് ചേർന്നതാണ്. സാധാരണ അച്ഛനും അമ്മയും മാത്രം കുട്ടിയെ കൊണ്ടുവന്ന് ആക്കുന്നിടത്ത് അവൾക്ക് ആദ്യമായി അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോൾ ഒരു ബസ് നിറയെ ആളുകളായിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്നും. എല്ലാം കഴിഞ്ഞ് ഇവളെ കൊണ്ടുപോകാൻ അത്രയും ആൾക്കാർ തന്നെ ഇവിടെയുണ്ട്. ആസിയും നൗഫിയും രമ്യയും ഒക്കെ പണ്ടേ മരിച്ച അപ്പൂപ്പനെ അമ്മൂമ്മയും വീണ്ടും തീർത്താണ് ലീവൊക്കെ എടുത്തു വന്നത്. അങ്ങനെ അവരും വിഷ്ണുവും വസുവും ടീച്ചറമ്മയും മാഷച്ചനും യദുവും താനും ഒക്കെ ഒരു വലിയ ബറ്റാലിയനോടൊപ്പം വരുന്ന തന്റെ കുട്ടിയെ കാണാൻ ആൾക്കാർക്ക് കൗതുകമായിരുന്നു. അന്ന് അവളെ ഇവിടെയാക്കി തിരിച്ചു പോരുമ്പോൾ അവൾ തന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞൊരു കരച്ചിൽ. പിന്നെയും അതേ കരച്ചിൽ മാത്രം കേട്ട് നീണ്ട ഒരു വർഷം. പയ്യെ പയ്യെ കരച്ചിൽ നിന്നു. അതുവരെ കൂടെ മാത്രം പോക്കും വരവും നടത്തിയവളെ മനഃപൂർവ്വം കള്ളം പറഞ്ഞവൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ വിട്ടപ്പോൾ ആദ്യമൊക്കെ ദേഷ്യമായിരുന്നു. തന്റെ പൂ പോലെ തൊട്ടാവാടിയായ മകളെ ഒറ്റയ്ക്ക് വിട്ട ദേഷ്യം പലപ്പോഴും പറഞ്ഞിട്ടും കാണിച്ചിട്ടുമുണ്ട്. പക്ഷെ അന്നൊക്കെ ഏതു ചിരിച്ചു കേട്ടു നിന്നല്ലാതെ തിരിച്ചൊരു മറുപടിയും പറഞ്ഞിട്ടില്ല. ആദ്യമൊക്കെ കരഞ്ഞു നിലവിളിച്ചു പേടിച്ചു വന്ന തന്റെ മകളുടെ മുഖത്ത് പിന്നെ കാണുന്ന ആത്മവിശ്വാസം കണ്ട് പലപ്പോഴും താൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. യദുവില്ലെങ്കിലും ഞാൻ തനിച്ചു പെരുകയും പോവുകയും ചെയ്തോളാം എന്നുള്ള അവളുടെ പറച്ചിലിൽ എന്തിന്, ഞാൻ പോയിട്ട് അവളുടെ കൂട്ടുകാരെ പോലും ഞെട്ടിച്ചിട്ടുണ്ട്. പിച്ച വെച്ചും തടഞ്ഞു വീണുമൊക്കെ നടന്ന തന്റെ മകളെ സ്വന്തം തീരുമാനത്തോടെ തല ഉയർത്തി നടത്താൻ പഠിപ്പിച്ചത് അവനാണ്. അവൾക്ക് വേണ്ടി മാത്രമാണ് അവൻ PhD ഡൽഹിയിൽ തന്നെ ചെയ്യാൻ തീരുമാനിച്ചതുപോലും. എപ്പോഴും അവളുടെ ഒരു വിളിക്കപ്പുറം അവനുണ്ടായിരുന്നു. ആദ്യമൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും അവനെ വിളിച്ചുകൊണ്ടിരുന്നവൾക്ക് ആദ്യമൊക്കെ ചെയ്തു കൊടുത്തും പിന്നെ പിന്നെ തനിയെ അവളെ ചെയ്യിപ്പിച്ചും ഏതൻ അവളെ എല്ലാം കൊണ്ടും സ്വയം പര്യാപ്തയാക്കി. ഇന്നിപ്പോ ഇങ്ങനെ തന്റെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന തന്റെ മകളാക്കി. അശോകൻ അവളുടെ ആത്മവിശ്വാസം നിറഞ്ഞു നിൽക്കുന്ന കണ്ണിലേക്ക് നോക്കി പുഞ്ചിരിച്ചു. അച്ഛൻ കുറച്ചു നേരമല്ലേ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്താ കാര്യം? ഞാൻ സാരി ഉടുത്തിട്ട് കൊള്ളില്ലേ? അവളുടെ വലിയ കണ്ണുകൾ ചെറുകി. അച്ഛൻ പഴയതൊക്കെ ഓരോന്നായിട്ട് ഓർത്തു നിന്നാണ് അമ്പു. അതിപ്പോ എന്താ ഇത്ര ഓർക്കാൻ? കൂർപ്പിച്ചു വെച്ച മുഖവുമായി അവൾ അവന്റെ അച്ഛന്റെ കയ്യിൽ വന്നു തൂങ്ങി. അതോ, അതച്ഛന് പൂച്ചക്കുട്ടിയെ പോലൊരു മകളുണ്ടായിരുന്നു. ആരെങ്കിലും ഒന്ന് സൂക്ഷിച്ചു നോക്കിയാലോ ഒന്ന് ഒച്ചയെടുത്താലോ പേടിച്ച് എന്റെ പിന്നിൽ പാത്തു നിൽക്കുന്ന ഒരു കുഞ്ഞു പൂച്ചക്കുട്ടി. അത് കേട്ടതും അവള് ചമ്മിച്ചിരിക്കാൻ തുടങ്ങി. ഞാനിപ്പോ ഒരു ഡോക്ടർ കൊച്ചായില്ലേ? ആ പൂച്ചക്കുട്ടി എങ്ങനെയുണ്ടെന്ന് അവളെ ഞാൻ നോക്കുമായിരുന്നു. എന്നിട്ടെന്താ? എനിക്കിപ്പോ അങ്ങനെ ഒരാളെ കാണാനേ പറ്റുന്നില്ല. ശരിക്കും ഞാൻ ഒരുപാട് മാറിപ്പോയോ അച്ഛാ? ആ ചോദ്യം ചോദിക്കുമ്പോൾ അവൾ പഴയ ആമ്പലു ആയിരുന്നു. ഒരുപാട് മാറി. അതും നല്ലതിലേക്കുള്ള മാറ്റം. ഇങ്ങനെ വേണം പെൺകുട്ടികളായാൽ. മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി സംസാരിക്കാനുള്ള ധൈര്യം. അതിപ്പോ എന്റെ മകളിൽ ആവുംവട്ടമുണ്ട്. കാണും കാണും. കാരണം ഇവളെ ധൈര്യം വെക്കാൻ പഠിപ്പിച്ചത് ആരാ? ഓടിവന്ന് അവർക്കിടയിലേക്ക് കയറി അവളെ തോളിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് രമ്യ അശോകന്റെ മുഖത്തേക്ക് നോക്കി. നീയാവും. അതല്ലേ എന്റെ കുട്ടിക്ക് ഇത്രയും നല്ല മാറ്റങ്ങളൊക്കെ. അശോകൻ അവളുടെ കവിളിൽ തട്ടി പറഞ്ഞതും രമ്യ അങ്ങ് ഉച്ചാനിലയിലെത്തി. എന്റെ പൊന്ന അശോക മാമൻ തള്ളി തള്ളി ഡൽഹി തിരുവനന്തപുരത്തിന്റെ അപ്പുറത്ത് കൊണ്ടങ്ങ് വെച്ചേക്കല്ലേ. പിന്നാലെ വന്ന ആസിയും നൗഫിയും കൂടി അവളെ കളിയാക്കിയതും പിന്നെ അവിടെ ആകെ ഒരു ബഹളമായി. ഈ വായാടി എവിടെ വന്നാലും ചെലപ്പാണല്ലോ. വിഷ്ണുവിന്റെ ശബ്ദം കേട്ടതും അതുവരെ സന്തോഷത്തോടെ നിന്ന രമ്യയുടെ മുഖം കെറുപോടെ തിരിഞ്ഞു. അതെന്താ കാര്യമെന്ന രീതിയിൽ ആമ്പിളി ചോദിക്കുമ്പോഴാണ് കല്യാണം നടത്താൻ വിഷ്ണു സമ്മതിക്കുന്നില്ല എന്ന് കേട്ടത്. അതെന്താ വിഷ്ണുവേട്ടാ, പഠിത്തം കഴിഞ്ഞില്ലേ? ഇനി കല്യാണം നടത്താലോ? അങ്ങേര് സമ്മതിക്കത്തില്ലടി. മറുപടി പറഞ്ഞത് രമുവാണ്. അതെന്താന്നല്ലേ ചോദിച്ചത്? അത് വേറൊന്നുമല്ല, നിന്റെ ഈ പരട്ട ആങ്ങള് പറയുന്നത് പഠിത്തം കഴിഞ്ഞ് 2 കൊല്ലം ജോലിക്ക് കയറി സ്വന്തം കല്യാണം സ്വന്തം ചെലവിൽ നടത്താൻ പറ്റും എന്ന് തോന്നുന്നതിന്റെ അന്ന് കെട്ടാമെന്ന. രമ്യ വിഷ്ണുവിന്റെ മുഖത്ത് നോക്കി പല്ല് കടിച്ചു പിടിച്ചുകൊണ്ടാണ് എല്ലാവരും കേൾക്കാനായി അത് പറഞ്ഞത്. അത് പിന്നെ അതല്ലേടി അതിന്റെ ഒരു ശരി. എന്തോന്ന് ശരി? ഇങ്ങരിക്കണ്ട വർഷം മൊത്തം ജോലി ചെയ്തത് പിന്നെ എന്നത്തിനാ? പോരുകോഴിയെപ്പോലെ അവള് തിരിഞ്ഞു. ഇത്രയും നാള് ജോലി ചെയ്ത സമ്പാദ്യത്തിന്റെ ഒരു പങ്ക് കൊണ്ടാണ് വിദ്യയുടെ കല്യാണം നടത്തിയത്. അവള് കിട്ടിയ ചെക്കനെ അറിയാലോ. അതുകൊണ്ട് കുടുംബം അവൾക്ക് കൊടുത്തു. ബാക്കി കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യമാണ് വിനോദേട്ടന് വീട് വെക്കാൻ കൊടുത്തത്. ആൾക്കും 2 മക്കളായില്ലേ. ചുരുക്കം പറഞ്ഞ എന്റെ കയ്യിലിപ്പോ ഒന്നുമില്ല. അത് ഈ നിൽക്കുന്ന വാചമടിക്കുന്നവർക്കും അറിയാം. എനിക്കും ഈ 2 വർഷം പുതിയ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള അടിസ്ഥാനം ഉണ്ടാക്കാൻ സമയമാണ്.
കാര്യമായിട്ടുള്ള അവന്റെ വർത്തമാനം കേട്ടതും അതുവരെ കള്ളപ്പരിഭവം കാണിച്ചു നിന്നവൾ മെല്ലെ അവന്റെ കൈകളിൽ പോയി ചുറ്റിപ്പിടിച്ച് നിപ്പുണ്ട്. ഇവക്കെല്ലാം അറിയാം, എന്നാൽ ഇടയ്ക്കിടെ എന്നെ ഇങ്ങനെ കുത്തിയില്ല അവക്ക് അങ്ങോട്ട് ഒക്കത്തില്ല. തന്റെ കയ്യിൽ പിടിച്ചു നിൽക്കുന്നവളെ കൂടുതൽ അരികിലേക്ക് ചേർത്ത് പിടിച്ച് വിഷ്ണു പറയുമ്പോൾ പരിഭവം പോലെ പെണ്ണ് പിന്നെയും എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ ആസിയും നൗഫിയും മാഷച്ചനും ടീച്ചറമ്മയും ഒക്കെ ഗ്രാജുവേഷൻ സെറിമണിയെ പറ്റി അച്ഛനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെയും അവളുടെ കണ്ണുകൾ വാതിലിലേക്ക് മാത്രമായി. അവസാനം എല്ലാവരെയും ഹാളിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയപ്പോഴാണ് നിരാശയോടെ ആമ്പൽ അവിടേക്ക് നടന്നത്. നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, ഏട്ടന്റെ തീസിസ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് ഇന്ന് തന്നെ വരുമെന്ന് നമ്മൾ അറിഞ്ഞോ? പാവത്തിന് ഇപ്പോൾ നിന്നെക്കാളും സങ്കടമായിരിക്കും. അതുകൊണ്ട് എന്റെ കൊച്ചു സന്തോഷത്തോടെ വാ. രമ്യ കഴിവതും അവളെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അകത്തേക്ക് ചെന്നു. ആദ്യത്തെ കുറെ പ്രസംഗവും കാര്യവുമൊക്കെ കഴിഞ്ഞ് അടുത്തതായിരുന്നു ടോപ്പേഴ്സിന്റെ അനൗൺസ്മെന്റ്. എല്ലാരും ഏറ്റവും ആഗ്രഹത്തോടെ കാത്തിരുന്ന ആ ഒരു മൊമെന്റ്. തേർഡിനും സെക്കൻഡിനും ശേഷം ഇയർ ടോപ്പറായി ആമ്പലിന്റെ പേര് അനൗൺസ് ചെയ്തതും ഭയങ്കര കൂക്കലും ബഹളവുമായി രമ്യ ഒക്കെ എഴുന്നേറ്റ് നിന്നാണ് കൈയടിച്ചത്. നിറഞ്ഞ കണ്ണീരിൽ തന്നെ നോക്കുന്ന അച്ഛന്റെ കയ്യിൽ ഒന്ന് അമർത്തിപ്പിടിച്ച് അവൾ സ്റ്റേജിലേക്ക് നടന്നു. അവിടെ എത്തി ആ ഗോൾഡ് മെഡൽ കഴുത്തിലേക്ക് അണിയുമ്പോൾ സന്തോഷം കൊണ്ട് അവളുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. സ്പീച്ചിലേക്കായി കയ്യിലേക്ക് എത്തിയ മൈക്കിൽ കൂടി എന്ത് പറയണമെന്നറിയാതെ വിതുമ്പിയവൾ കണ്ണുനീരോടെ അച്ഛനെപ്പറ്റി സംസാരിച്ചപ്പോൾ ആ സ്റ്റേഡിയത്തിലിരുന്ന പലരുടെയും കണ്ണ് നിറഞ്ഞു. അതിനൊപ്പം അവളെ ഈ നിലയിലേക്ക് എത്തിച്ച ഓരോരുത്തരുടെയും പേരുകൾ അവൾ എടുത്തെടുത്തു പറഞ്ഞു. അവസാനം തന്റെ എല്ലാം ആയവന്റെ പേര് പറഞ്ഞ് നിവർന്നു നോക്കുമ്പോൾ അവൾ കാണുന്നത് പുഞ്ചിരിയോടൊപ്പം കണ്ണ് നിറഞ്ഞൊഴുകി നിൽക്കുന്ന അവളുടെ പ്രാണനെയാണ്. കുതിച്ചുയരുന്ന സന്തോഷത്തിലെല്ലാം മറ്റെല്ലാം മറന്നവൾ ഓടി വന്ന് വീണത് അവന്റെ നെഞ്ചിലേക്കാണ്. ഞാൻ കരുതി വരില്ലാന്ന് പരാതി പോലെ പറഞ്ഞവൾ ആ മുഖത്തേക്ക് നോക്കി. എന്റെ കുഞ്ഞിന്റെ ഇത്രയും വലിയൊരു ഒക്കേഷൻ ഞാൻ മിസ് ചെയ്യുവോടാ. സ്നേഹം തുളുമ്പി പറഞ്ഞുകൊണ്ട് അവൻ മുഖം താഴ്ത്തിയത് കണ്ട് പെണ്ണ് പെട്ടെന്ന് പരിഭ്രമത്തിൽ മാറി നിന്നു. പേടിക്കണ്ട, ഇപ്പോ ഇല്ല, അവൻ കുറുമ്പിൽ പറയുമ്പോൾ അവൾ അവന്റെ കയ്യിൽ അമർത്തി നുള്ളി. അമലൂ, വേദനിപ്പിക്കാതെടി. വേദനിപ്പിക്കും. ഒരു നിമിഷം മറ്റെല്ലാം മറന്നവർ ഹരയും ഹരയുടെ മാത്രം അമലുവുമായി മാറി. 24 മണിക്കൂറും സീരിയലും കണ്ടുകൊണ്ടിരുന്നോളും. മനുഷ്യന് ആവശ്യമുള്ള ഒരു ഒറ്റ സംഭവം കാണില്ല. അമ്മയെ റിമോട്ട് ഇങ്ങോട്ടും തന്നേ. ദേഷ്യപ്പെട്ടുകൊണ്ട് അഞ്ജു മഞ്ജുവിന്റെ കയ്യിൽ നിന്നും റിമോട്ട് തട്ടിപ്പറിച്ച് ടിവിയിൽ എന്തൊക്കെയോ കുത്താൻ തുടങ്ങി. നിനക്ക് എന്താടി? തലതിരിഞ്ഞ നിന്റെ 2 മക്കൾ സ്കൂളിൽ പോകുന്ന നേരത്താ മനുഷ്യനൊരു ഇത്തിരി സമാധാനത്തോടെ ടിവി കാണുന്നത്. ആ സമയത്തും തട്ടിപ്പറിച്ച് ഓരോ കുന്തവും കാണാൻ വേണ്ടി വന്നോളും. അഞ്ജു, എന്റെ സീരിയൽ നടന്നുകൊണ്ടിരിക്കുക, മര്യാദയ്ക്ക് നീ റിമോട്ട് തരുന്നുണ്ടോ? മഞ്ജുവിനും അവളുടെ ദേഷ്യം കേട്ട് കലിപ്പായി. നിങ്ങളിങ്ങനെ സീരിയലും കണ്ടുകൊണ്ടിരുന്നോ? സ്വന്തം കുടുംബത്ത് എന്താ നടക്കുന്നതെന്ന് വല്ലതും നിങ്ങൾ അറിയുന്നുണ്ടോ? അതെങ്ങനെ അറിയും? വല്ലപ്പോഴെങ്കിലും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറി ഒന്ന് നോക്കുവോ? ഓ, എന്തിനാ? അങ്ങേരുടെ കുടുംബത്ത് നടക്കുന്ന സന്തോഷങ്ങൾ നമ്മളൂടി കാണാൻ വേണ്ടിയല്ലേ ഇപ്പോഴും നമ്മളെ കളയാതെ അവിടെ ഇട്ടേക്കുന്നത്? എനിക്ക് സൗകര്യമില്ല അതിന്റെയൊക്കെ ചിരിച്ച മോന്ത കാണാൻ. വേണ്ട, കാണണ്ട. അതിനും കൂടി നേരം ഈ കുന്തത്തിനകത്ത് കയറി അടയിരുന്നോ? ഏത് കഷ്ടകാലം പിടിച്ച നേരത്താണോ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തോന്നിയത്? അഞ്ജു ദേഷ്യം പിടിച്ച് പല്ല് കടിച്ചവർക്ക് നേരെ തിരിഞ്ഞതും മഞ്ജു ആ സോഫയിൽ നിന്നും ചാടി എഴുന്നേറ്റു. കഴിഞ്ഞ വർഷമാണ് മഞ്ജു ആകെ പ്രശ്നമായിട്ട് അവരെ ഇവിടെ കൊണ്ടുവന്നേ പറ്റൂ എന്ന് പറഞ്ഞ് പട്ടിണി കിടന്ന് ബഹളം വെച്ച് ഇവിടെ എത്തിയത്. ഒരു വിധത്തിലും കാവ്യയോട് മത്സരിച്ച് ജയിക്കാൻ പറ്റാത്തതും ഒപ്പം ആ വീട്ടിൽ തന്നെ ജോലിക്കാരിയായ പോലെ തന്നെ സ്വന്തം ഭാര്യയെ ഉപദ്രവിച്ചിട്ടും തിരിഞ്ഞു നോക്കാത്ത ആങ്ങളയോടുള്ള കലിപ്പും എല്ലാം കൊണ്ടും അവർക്ക് അവിടെ നിന്നും എങ്ങോട്ടെങ്കിലും പോയേ പറ്റുള്ളായിരുന്നു. അപ്പൊ പിന്നെ അത് കാനഡ ആയിക്കോട്ടെ എന്ന് അവരങ്ങ് തീരുമാനിച്ചു. അങ്ങനെ കുറെ ദിവസത്തെ പട്ടിണി സമരവും ബഹളവും ഒക്കെ കൊണ്ട് അവസാനം മഞ്ജുവിന് നിവർത്തിയില്ലാതെ അവരെ ഇവിടേക്ക് കൊണ്ടുവേണ്ടി വന്നു. പക്ഷെ അപ്പോഴേക്കും അഞ്ജു മിടുക്കിയാണ്. അതുവരെ കുഞ്ഞുങ്ങളെ നോക്കാൻ നിർത്തിയ ഹൗസ് ഹെൽപ്പ് സ്ത്രീയെ മഞ്ജു വന്നതോടെ അവളങ്ങ് പറഞ്ഞു വിട്ടു. എടി, നീ കൂടുതൽ എന്റെ അമ്മ ചമ്മയല്ലേ? ഞാനിവിടെ വന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിനക്ക് ലാഭമാണെന്ന് എനിക്കറിയാം. ഞാനിവിടെ ഉള്ളത് കൊണ്ടല്ലേടി നീ നിന്റെ മക്കളെ ഇവിടെ ഇട്ടിട്ട് ജോലിക്ക് നോക്കാനും അതിനും ഇതിനുമൊക്കെ പോകുന്നത്. എന്നിട്ടിപ്പോ അവക്ക് കേട്. ഇവിടെ എത്തി ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ അമ്മയും മോളും തമ്മിലുള്ള പുന്നാരമൊക്കെ അങ്ങ് തീർന്നിരുന്നു. നേരത്തെ ഉണ്ണി ഉള്ളപ്പോഴെങ്കിലും പരസ്പരം അടങ്ങിയിരുന്നവർ ഈ അടുത്തായി അയാളുണ്ടെങ്കിലും പോരുകോഴികളെ പോലെയാണ്. തന്റെ അമ്മയുടെ കൂടെ നിൽക്കാൻ വയ്യാതെ അവരോട് ദ്രോഹം കാണിച്ചു വന്ന ഭാര്യ ആയതുകൊണ്ട് ഇങ്ങനെയെങ്കിലും അവൾ അനുഭവിക്കട്ടെ എന്നുള്ള ചിന്തയാണ് ഉണ്ണിക്കും. അമ്മ പോയേ, എനിക്ക് അമ്മയോട് തർക്കിക്കാൻ വയ്യ. ഞാനിപ്പോ അല്ലെങ്കിലും അമ്മയോട് വഴക്കുണ്ടാക്കാൻ പറ്റുന്നൊരു മൂഡിലല്ല. നിന്റെ മൂഡിനിപ്പോ എന്തു പറ്റി പ്രത്യേകിച്ച്? കളിയാക്കിക്കൊണ്ടുള്ള ചോദ്യത്തിൽ അഞ്ജുവിന്റെ മുഖം മാറി. ആ വാട്സപ്പ് ഗ്രൂപ്പ് എടുത്ത് ഫാമിലി ഗ്രൂപ്പ് ഒന്ന് തുറന്നു നോക്കിയേ, അമ്മയുടെ സന്തോഷവും പോയിക്കോളും, ചെല്ല്. അവള് പിന്നെയും അങ്ങനെ പറഞ്ഞതും മഞ്ജു കയ്യിലെ ഫോൺ തുറന്നു നോക്കുന്ന നേരത്താണ്
ടിവിയിൽ ന്യൂസിൽ അവരുടെ ശ്രദ്ധ പോകുന്നത്. കേരളത്തിലെ ഇന്ന ജില്ലയിലെ ചെറിയൊരു ഗ്രാമമായ തുളുവനാട് നിന്ന് വന്ന പെൺകുട്ടിക്ക് ഡൽഹി എയിംസിൽ ഫസ്റ്റ് റാങ്ക്. മിസ് ആമ്പൽ അശോകാണ് ആ അപൂർവ നേട്ടം കൈവരിക്കുന്ന വിദ്യാർത്ഥിനി. നമുക്ക് ആ കുട്ടിയെയും കുടുംബത്തെയും പരിചയപ്പെടാം. ഏതോ പ്രമുഖ ചാനലിന്റെ വിവരമാണ് കേൾക്കുന്നത്. മഞ്ജു ഞെട്ടിക്കൊണ്ട് അതിലേക്ക് നോക്കിയിരുന്നു പോയി. അഞ്ചു പക്ഷേ കുറച്ചു മുന്നേ ഫാമിലി ഗ്രൂപ്പിൽ വന്നത് കണ്ടതുകൊണ്ട് വലിയ ഞെട്ടലൊന്നും വന്നില്ല. ഏകദേശം 5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു അതിൽ. അമ്മ നോക്ക്, അച്ഛനും അവൾക്കും ഒപ്പം അവരുടെ നാട്ടുകാർ മൊത്തം ഉണ്ടവിടെ. ഒന്നുമില്ലെങ്കിലും ഞാൻ അവളുടെ ചേച്ചിയല്ലേ. ഡിവോഴ്സ് കഴിഞ്ഞെങ്കിലും അമ്മ ഇപ്പോഴും അവളുടെ അമ്മ തന്നെയല്ലേ. ഒരു വാക്കെങ്കിലും വിളിച്ചു പറയാൻ തോന്നിയോ അവൾക്ക്? ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അഞ്ജു സോഫയിലേക്ക് ഇരുന്നു. ഇതൊക്കെ എന്നായിരുന്നടി മോളെ? ഇന്ന് രാവിലെ. ഫാമിലി ഗ്രൂപ്പിലെ ആഘോഷം കണ്ടെടുത്തൊന്നും അവരുടെയൊക്കെ വീട്ടിലെ ആർക്കാണ്ടാണ് ഇത് കിട്ടിയതെന്ന്. അതുപോട്ടെ, ആ മായയില്ലേ? ഏത്? വിനോദിന്റെ ഭാര്യയുടെ അനിയത്തിയോ? ആ നശിച്ചവൾ തന്നെ. അഞ്ജു പല്ല് ഞെരിച്ചു. അവൾ എന്ത് ചെയ്തിരി? മഞ്ജു വന്നവൾ കരികിലേക്കിരുന്നു. ആ നാശം പിടിച്ചവള് ഇവിടെ നേഴ്സായിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്. അവള് ഈ വന്ന റീൽസിനെയൊക്കെ ഇവിടുത്തെ മലയാളി അസോസിയേഷന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊണ്ട് തട്ടിയിട്ടുണ്ട്. എന്റെ അനിയത്തിയ ഇതെന്ന പേര്. ഇപ്പൊ ദേ അതിനകത്തു നിന്നും തുരുതുര ഫോൺ കോളുകൾ. എല്ലാവർക്കും അറിയേണ്ടത് ഇത്രയും വലിയൊരു ദിവസമായിട്ട് ഞാനും അമ്മയും എന്തുകൊണ്ട് ഡൽഹിക്ക് പോയില്ലെന്നാണ്. ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയാൻ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? അവള് മനഃപൂർവ്വം നമ്മളെ നാണം കെടുത്തിയതാണ്. മായയെ കയ്യിൽ കിട്ടിയാൽ അരച്ചു കലക്കി ജ്യൂസ് കുടിക്കും എന്ന അവസ്ഥയിലായിരുന്നു അഞ്ജു അപ്പോൾ. ഇതിലിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അഞ്ജു? 1000 വട്ടം വിളിച്ചാൽ ഒരു വട്ടം എങ്ങാനും ഫോൺ എടുത്ത് മുക്കിയും മൂളിയും എന്തെങ്കിലും പറയുന്നല്ലാതെ ആ പെണ്ണിപ്പോ നമ്മളോട് എന്തെങ്കിലും മിണ്ടാറുണ്ടോ? മഞ്ജുവിലും നിരാശയായി. മിണ്ടിയില്ലെങ്കിലും ഇനി മിണ്ടിച്ചേ പറ്റൂ. അമ്മയ്ക്കറിയാമല്ലോ, കഴിഞ്ഞ 4-5 വർഷത്തെ ഞങ്ങൾ രണ്ടുപേരുടെയും മുഴുവൻ സേവിങ്സും നാട്ടിൽ നിന്ന് ഏട്ടന്റെ ഷെയർ അടിയുണ്ടാക്കി വാങ്ങി വിറ്റതും ഇവിടെ പിന്നെ അടുത്ത ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് കുറെ കടം വാങ്ങിയതുമൊക്കെ കൂടി സിദ്ധുവിന്റെ കയ്യിലേക്ക് കൊടുത്താണ് അവിടെ ഇപ്പോൾ ആ ഫ്ലാറ്റ് പൊങ്ങുന്നത്. ചെറുക്കനോട് നമ്മൾ അവളെ ഉറപ്പായും കെട്ടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് 25 സെന്റ് എന്തായാലും എന്റെ പേരിലാക്കിയിട്ടുണ്ട്. പക്ഷെ അതുപോരാ, ബാക്കിയുള്ള 25 സെന്റും എന്റെ അത്രയും തന്നെ ഷെയറും അവനും അതിന്റെ മേലെ മുടക്കിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടണമെങ്കിൽ അവൻ അവളെ കെട്ടിയേ പറ്റൂ. അങ്ങനെ മിച്ചമുള്ള 25 സെന്റ് അവളുടെ പേരിൽ വന്നാൽ എങ്ങനെയെങ്കിലും ഇത്തിരി കാശൊക്കെ കൊടുത്ത് ഞാനും ഉണ്ണിയേട്ടനും കൂടി അത് ഞങ്ങളുടെ പേരിലങ്ങ് ആക്കും. അല്ലെങ്കിലും പണ്ടേ അവക്ക് ഇതുപോലെ കാശിനോടും സ്വത്തിനോടും ഒന്നും താല്പര്യമില്ലല്ലോ. അപ്പൊ എനിക്കോ? അഞ്ജു തന്റെ പ്ലാനും പദ്ധതിയും പറയുന്നതിനിടയിൽ മഞ്ജു പെട്ടെന്ന് കയറി ചോദിച്ചു. അമ്മയ്ക്കും ഉണ്ടാവും ഇതിലൊരു ഷെയർ. അത് തന്നെ മാസം ലക്ഷങ്ങൾ കയ്യിൽ വരും. പക്ഷേ അതിനൊക്കെ അമ്മ മെനക്കെട്ടിറങ്ങണം. കരഞ്ഞാലും കാലുപിടിച്ചാലും അവളെ കൊണ്ട് അവനെ കെട്ടിക്കാൻ സമ്മതിപ്പിക്കണം. അല്ലെങ്കിൽ അറിയാലോ, അവന്റെ ഇൻവെസ്റ്റർ ഒരു മെഹത്ത. അങ്ങേര് തുനിഞ്ഞിറങ്ങി നടക്കുക അയാളുടെ മോളെ കൊണ്ട് ഇവനെ കെട്ടിക്കാൻ. അവരത് കേട്ട് നിശ്വസിച്ചു. അറിയാലോ, ആണാണ് വർഗം. ഒരുത്തി അവനെ കെട്ടാൻ വയ്യ എന്ന് പറഞ്ഞ് ദൂരെ പോകുമ്പോൾ വേറൊരുത്തി എനിക്ക് ചേട്ടനെ തന്നെ മതിയെന്ന് പറഞ്ഞ് മടിയിൽ കയറി ഇരിക്കുക. അങ്ങനെ ഒരുത്തി രണ്ടും കൽപ്പിച്ച് മടിയിൽ കയറി ഇരിക്കുമ്പോ ചിലപ്പോ അവൻ അവളെ അടക്കി പിടിച്ചെന്നൊക്കെ വരും. അങ്ങനെ വന്നാൽ ബാക്കിയുള്ള 25 സെന്റും ബാക്കി കോടികളും ഈശോ. അതുകൊണ്ട് അമ്മ എന്ത് ചെയ്യും ഏത് ചെയ്യും എനിക്കതൊന്നും അറിഞ്ഞുകൂടാ. അവക്ക് ഇപ്പോഴും അമ്മയോട് ചെറിയൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അതിൽ നന്നായി പിടിച്ച് ആ ചെറുക്കനെയും കൊണ്ടവളെ ഒരു ദിവസം മുന്നെയെങ്കിൽ ഒരു ദിവസം മുന്നേ പിടിച്ച് കെട്ടിക്കാൻ നോക്ക്. അല്ലെങ്കിൽ ഇപ്പോൾ കയ്യിലിരിക്കുന്ന സ്വത്ത് മൊത്തം വല്ലവനും വന്ന് കൊണ്ടുപോകും. ഇനിയിപ്പൊ എന്താ വേണ്ടെന്ന് അമ്മ ഇരുന്ന് ആലോചിക്കുക. എടീ, അതിന് ഞാനിപ്പോ എന്തു ചെയ്യും? എല്ലാ മാസവും കയ്യിൽ ലക്ഷങ്ങൾ വരണമെങ്കിൽ ഇച്ചിരിയൊക്കെ കഷ്ടപ്പെട്ടേ പറ്റൂ. അല്ലെങ്കിൽ ഈ 2 മുറി വീട്ടിൽ കിടന്ന് പിള്ളേരെ നോക്കി കഴിയാം. അഞ്ജു ചാടിത്തുള്ളി പറഞ്ഞുകൊണ്ട് പോയതും ആമ്പലിനെ എന്തു പറഞ്ഞു മയക്കും എന്ന ചിന്തയില് മഞ്ജു അവിടെ തന്നെ ചിന്തിച്ചിരുന്നു തുടങ്ങി. അപ്പോ കഥ അവസാന ഭാഗത്തിലേക്കായി കേട്ടോ. എത്രയും പെട്ടെന്ന് അടുത്ത ഭാഗവുമായി നമുക്ക് വേഗം കാണാം. അപ്പൊ കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. നന്ദി.